വീണ്ടും ഒരു റാഗിംഗ് കത്ത് കൂടി. നഴ്സിംഗ് കോളേജിൽ റാഗിംഗ് നടത്തിയെന്ന വ്യാജ പരാതിയുടെ പേരിൽ കോളേജ് അധികാരികളുടെ മാനസിക പീഡനം മൂലം ജീവൻ നഷ്ടപ്പെട്ട മറ്റൊരു പെൺകുട്ടി, റോജി റോയ്. സന്തോഷവതിയായി 10 മണിക്ക് വിളിച്ച കുട്ടി എങ്ങനെ മരിച്ചു? അപ്പുറത്തെ ബ്ലോക്കിൽ പോയിട്ട് അവിടുന്ന് മേലിന്ന് വീണെന്നാണ്, ചാടിയെന്നാണ് അവർ പറയുന്നത്, ഹോസ്പിറ്റലുകാർ പറയുന്നത്. പോലീസ് സാർ കൊടുത്ത റിപ്പോർട്ടിൽ പ്രിൻസിപ്പളുടെ റൂമിൽ വളരെ വലിയ ക്വസ്റ്റ്യൻ ചെയ്തു എന്നും മാനസികവും ശാരീരികമായി ഉപദ്രവിച്ചു എന്നും. ഇതുവരെ ഇങ്ങോട്ടൊന്നും ആരും ഒന്നും ബന്ധപ്പെട്ടിട്ട് പോലുമില്ല കോളേജിൽ നിന്ന്. അങ്ങോട്ടൊന്ന് ഒരു പ്രാവശ്യം ഒന്ന് വിളിച്ചു, പക്ഷെ ഒന്നും എടുത്തിട്ട് പോലുമില്ല. ചേച്ചിയുടെ മാതാപിതാക്കൾക്ക് എങ്ങനെ ഉണ്ട് എന്നൊന്നും അവർ വിളിച്ച് അന്വേഷിച്ചിട്ട് പോലില്ല. 2 വർഷമായി, എന്നിട്ട് ആരും ഒന്നും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ട് പോലുമില്ല. ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു മകളായിരുന്നു റോജി റോയ്. സ്കൂൾ തലത്തിൽ പഠിക്കുമ്പോഴും കോളേജ് തലത്തിൽ പഠിക്കുമ്പോഴും എല്ലാം ഏറ്റവും നല്ല രീതിയിൽ മാർക്ക് മേടിച്ച് 10ന് 10 A+ എന്ന രീതിയിൽ മാർക്ക് മേടിച്ച് പഠിക്കാൻ മിടുക്കിയ ഒരു കുട്ടിയായിരുന്നു. എല്ലാ കലാകായിക രംഗത്തും എല്ലാം ഒരു മിടുക്കിയ കുട്ടിയായിരുന്നു. അതിന് ഒരു ദൂഷ്യ സ്വഭാവങ്ങൾ പോലും ഇല്ലായിരുന്നു. ചേച്ചിക്ക് ഡോക്ടറിന് പഠിക്കണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അതിനുള്ള സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ട് നഴ്സിങ്ങിന് വിടുകയായിരുന്നു ചെയ്തത്. അവളെയാണെങ്കിൽ ഞാൻ വളർത്തിയെടുത്ത്, അവൾ സ്കൂളിൽ പോയി എന്ത് കാര്യം ഉണ്ടെങ്കിലും എന്നോട് പറയും. ഞാൻ അവൻ്റെ അവിടെ ആക്കിയതും വേറെ ആരെയും വിളിക്കാൻ പറയാം അവൾ സമ്മതിച്ചില്ല. അവിടെ കൊണ്ടുവന്ന് ഈ കിംസി കൊണ്ടുവന്ന് ആക്കിയതും അവളെ ഞാൻ പറഞ്ഞു പോരാ മോളെ, ആരെയും കൊടുക്കും വരുത്തണം, വേണ്ട അമ്മച്ചി മാത്രം മതി എന്നും പറഞ്ഞു എന്നെയും കൂടെ വിളിച്ചുകൊണ്ട് പോയി. എല്ലാ കാര്യവും ഏത് കാര്യത്തിനും 1ാം ക്ലാസ് തൊട്ട് അവൾ എന്നെ വിളിക്കുകയും കൊണ്ടുപോവുകയും ചെയ്യുന്നു. അങ്ങനെയാണ് 2013 കിംസ് ഹോസ്പിറ്റലിൽ അവളെ കൊണ്ട് ചേർക്കുന്നത്. കേരളത്തിന് പുറത്ത് പല കോളേജിൽ കിട്ടിയെങ്കിലും ഏറ്റവും അടുത്താണല്ലോ, ആഴ്ചയോറും പോയി വരാമല്ലോ എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അവളെ അവിടെ കൊണ്ടാക്കി. അവൾ പഠിക്കാൻ മിടുക്കിയായിരുന്നു. ആദ്യത്തെ വർഷത്തിൽ കോളേജിലെ ഏറ്റവും ബെസ്റ്റ് സ്റ്റുഡൻ്റായിട്ട് അവളെ തിരഞ്ഞെടുത്തു. അവൾക്ക് യാതൊരു പ്രയാസങ്ങളോ ദുഃഖങ്ങളോ ഒന്നുമില്ലാത്ത ഒരവസ്ഥയിൽ നല്ലവണ്ണം പഠിച്ചുകൊണ്ട് വന്നു. റാഗ് ചെയ്തതുമായി ബന്ധപ്പെട്ട് വിശദീകരണം ചോദിക്കാൻ കോളേജ് ഹോസ്പിറ്റലിലേക്ക് വിളിച്ചതായിരുന്നു റോജിയെ. അധികാരികളുടെ ശാരീരിക മാനസിക പീഡനങ്ങൾക്ക് ശേഷം അവിടെ നിന്നിറങ്ങിയ റോജിയെ ഹോസ്പിറ്റലിന്റെ മുകളിൽ നിന്നും താഴേക്ക്. അവൾ മരിക്കുന്നതിന് ആ രാവിലെ ദിവസം എൻ്റെ അനുജൻ്റെ ഭാര്യമാർ 2 പേരെ 10 മണിയായപ്പം വിളിച്ചു. പെട്ടെന്ന് വീട്ടിൽ നിന്ന് ആരെങ്കിലും കോളേജിലോട്ട് വരണമെന്ന് പറഞ്ഞു. അപ്പോൾ സുഖമില്ലാതെ 2 പേർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു. അങ്ങനെ എന്തെങ്കിലും വിഷയം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ കാര്യമായിട്ട് വിഷയമൊന്നുമില്ല, കോളേജ് മാനേജ്മെൻറ്റിനെ പ്രിൻസിപ്പാളിനെ ഒന്ന് കാണണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൾ ഫോൺ വെച്ചത്. ഞങ്ങൾ വരാമെന്നും പറഞ്ഞു. ഹോസ്പിറ്റലിൽ നിന്ന് എന്നെ ഫോൺ വിളിച്ചു, ഇതുപോലെ ഒരു പ്രശ്നം പരിഹരിക്കാനുണ്ട്, പേരൻസ് ചെല്ലണമെന്ന് പറഞ്ഞ്. അന്നേരം ഞാൻ പറഞ്ഞു വിടാം, ഞാൻ ഇതുപോലെ ഹോസ്പിറ്റലിൽ നിൽക്കുവാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ ചെല്ലാതെ എനിക്കൊന്ന് 2-3 കോൾ വന്നപ്പോഴൊക്കെ ഞാൻ അവരോട് പറഞ്ഞു, എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ ചെല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, കാര്യം അവൾക്ക് കേൾക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ വിളിച്ചൊന്നും പറയാൻ പറ്റത്തില്ല, വീട്ടിലെങ്ങും വേറെ ആളില്ല എന്ന് പറഞ്ഞു. ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് മരുന്നും എല്ലാം വാങ്ങിച്ചുകൊണ്ട് ഇവിടെ വന്നതിന് ശേഷമാണ് ഇവളോട് പറഞ്ഞതും റോജിയുടെ മമ്മിയോട് പറഞ്ഞ് അവളെ വിടുന്നത്. അപ്പോൾ ഈ അമ്മച്ചിയും കൂട്ടിയാണ് ഞാൻ വിടുന്നത്. ഞാനും തള്ളയും കൂടെ വിടുന്നു. 10 മണിക്കെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് കൂടെ വണ്ടിയില്ലല്ലോ. കൊട്ടിയത്ത് നിന്ന് വണ്ടി കയറി ആറ്റിങ്ങ ചെല്ലുമ്പോഴുണ്ട് ഒരു ഫോൺ വരുന്നത്, അമ്മച്ചി കയറിയിട്ടുണ്ടോ എന്ന്. കയറി എവിടെയായി? ആറ്റിങ്ങലായി. അന്നേരം അവിടെ ക്ലാസ് ടീച്ചർ അവനെ വിളിക്കുന്നേ, അവർക്ക് ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അന്നേരം പറഞ്ഞ് ഉള്ളു വന്നിറങ്ങണമെന്ന്. ഞാൻ ചോദിച്ചു, ഉള്ളി വരുന്ന എന്തിനാ? അവൾ ഒന്നീ ഹോസ്റ്റലിൽ അല്ലെങ്കിൽ അവൾ പഠിക്കുന്ന കോളേജിൽ, ഇവിടെ ഇല്ല വരണ്ടേ? പിന്നെ അവരെനിക്ക് മറുപടി തന്നില്ല, അങ്ങോട്ട് വിളിച്ചിടക്കി. അവർ പകുതി വഴി എത്തിയപ്പോഴേക്കും എനിക്ക് ഫോൺ വന്ന്
കൊച്ച് 10 നിലയുടെ മുകളിൽ നിന്ന് എടുത്ത് ചാടിയെന്നും പറഞ്ഞുകൊണ്ട്. എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞപ്പോൾ കുഴപ്പമൊന്നുമില്ല, അവളെ കാഷ്വാലിറ്റിയിലാക്കിയിരിക്കുക, രക്ഷകർത്താക്കൾ പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് ചെന്നിറങ്ങിയ ഉടനെ ഒരു വണ്ടി വന്നു. ഞങ്ങളെ ഒരു ഊട് വഴിക്കൂടെ കിംസ് ആസ്പത്രി കൊണ്ടു കയറി. അവിടെ നടക്കുന്ന ബഹളം കൊണ്ടൊന്നും ഞങ്ങൾ അറിയുന്നില്ല. കൊണ്ടു കയറി ഇവളങ്ങോട്ട്, എനിക്ക് പതുക്കെ നടന്നില്ലാവും. അങ്ങനെ അങ്ങോട്ട് കയറിയ ഉടനെ ഇവൾ ബോധം കെട്ടുന്നു വീണ്. കുഞ്ഞിനെ കണ്ടോ കണ്ടില്ലയോ എന്ന് എനിക്കറിയാൻ വയ്യ. ഇതെന്തോ സംഭവിച്ചെന്ന് ഞാനൊന്ന് ചിന്തിച്ചതേ ഉള്ളൂ. പിന്നെ എനിക്ക് കണ്ണും കാണാൻ വയ്യ. എൻ്റെ മനസ്സിലങ്ങ് ഇതായിപ്പോയി. പിന്നെ ഞാൻ കണ്ണു തുറക്കുമ്പോൾ പ്രിൻസിപ്പാളിൻ്റെ ഇരിക്കുക. കുഞ്ഞിനെ ഞാൻ കണ്ടില്ല, ഇവൾ കണ്ടോന്ന് എനിക്കറിയത്തുമില്ല. പിന്നെ എന്നെ കാണിക്കാൻ കൊണ്ടുപോയിട്ടുമില്ല. ഇവിടെ കാണണമെന്ന് പറഞ്ഞതൊക്കെ ഇവർ സമ്മതിച്ചില്ല. സംഭവം നടക്കുമ്പം സ്കൂളിലായിരുന്നു. സ്കൂളിൽ പോയിട്ട് തിരിച്ച് വണ്ടി വന്ന് ഇറങ്ങിയപ്പോഴാണ് ഞാൻ ഇങ്ങനെ ചേച്ചി ഇങ്ങനെ വീണു എന്നറിയുന്നത്. അങ്ങനെ പിന്നെ പപ്പയ്ക്കന്ന് പപ്പ ഇവിടെ ഉണ്ടായിരുന്നു. പപ്പയ്ക്ക് ഇങ്ങനെ സുഖമില്ലാത്തതുകൊണ്ട് പപ്പയും ഞാൻ ഇവിടെ വീട്ടിൽ തന്നെ നിന്നു. മമ്മി അവിടെ ഹോസ്പിറ്റലിലായിരുന്നു. അങ്ങനെ പപ്പയ്ക്ക് പോകണം എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അവിടെ പോയാൽ പിന്നെ ശരിയാവത്തില്ലെന്ന് വിചാരിച്ച് ഞാനും പപ്പയും കൂടെ പപ്പയും ഞാനിവിടെ നോക്കുമായിരുന്നു. ഞങ്ങൾ 2 ഗ്രൂപ്പായിട്ട് 2 കാറിനകത്താണ് പോയത്. പക്ഷേ ഈ ചെല്ലുന്നവരെ ഈ 2 ഗ്രൂപ്പിനെയും പല പല റൂമുകളിലാക്കി പ്രത്യേകം ഓരോ മണിക്കൂർ അവർ മാറ്റി നിർത്തി. എന്നിട്ട് ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് എല്ലാവരെയും കൂടെ ഒത്തുചേരുവാനുള്ള സാഹചര്യം ഒരുക്കിയത്. ഞങ്ങളാണ് ഈ സംഭവം അറിഞ്ഞതിന് ശേഷം ആദ്യമേ അവിടെ ഓടിയെത്തുന്നത്. വീട്ടിലെ ഉള്ളവർ അവിടെ എത്തിയതിന് ശേഷം എത്തുന്നത് ഞങ്ങളാണ്. ആ രാത്രി മുതൽ അവിടെ നടന്ന സംഭവങ്ങൾ നോക്കിയാൽ ഇവിടുന്ന് വീട്ടിൽ നിന്ന് ചെന്നവരെ അവർ പ്രത്യേകമായിട്ട് മാറ്റുകയും റൂമിലോട്ട് മാറ്റുകയും സാധാ ഒരു മരണം നടക്കുന്ന തരത്തിലായിട്ടുള്ള അവസ്ഥയല്ല അവിടെ ഉണ്ടായത്. ഇല്ലാത്ത കംപ്ലൈന്റ് ഉണ്ടെന്ന പേരിൽ ഹറാസ് ചെയ്യുകയും അതിനുശേഷം കംപ്ലൈന്റ് എഴുതി വാങ്ങിക്കുകയും ചെയ്തു കോളേജ് അധികാരികൾ. ഞാൻ പ്രിൻസിപ്പാളിനോട് ചോദിച്ചു എന്തുവാ ഇത്. അന്നേരം പ്രിൻസിപ്പാൾ പറഞ്ഞ് ആരെ റാഗി ചെയ്തു, അതിൻ്റെ പേരിൽ ചോദ്യം ചെയ്തതാണ് എന്നാണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്. ഞാൻ ചോദിച്ചു ഇവിടെ വരുത്തി എന്തിനാ. അന്നേരം പറഞ്ഞ് ഇവിടെ എനിക്ക് വരേണ്ട കാര്യമുണ്ടായിരുന്നു, അതിന് ഞാൻ വരുത്തിയത്. ഞാൻ പറഞ്ഞു നീ കോളേജിൽ അതല്ലെന്ന് വരിയിൽ അവൾ നിൽക്കുന്നിടത്ത് ഇവിടെ ഇല്ലയോ ചോദ്യം ചെയ്യണ്ട, ഇവൾ തന്നെ വന്നുള്ളൂ. അതിനൊന്നും ഒരു മറുപടി പറയുന്നില്ല. അന്നേരം എന്നോട് പറഞ്ഞ് 3 പിള്ളേരുടെ പരാതിയുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്തോ പരാതി. അവൾ വല്ലതും അവളൊന്നും വല്ലവരും അടിച്ചോ വല്ലതും ചെയ്തോ. ഞാൻ പറഞ്ഞു അതൊന്നുമില്ല. പിന്നെ പേര് ചോദിച്ചു. ഞാൻ ചോദിച്ചു പേര് ചോദിച്ചതിന് എന്തുവാ. അപ്പോൾ ഞങ്ങൾ വന്നിട്ട് അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ മതിയായിരുന്നല്ലോ എന്ന് ചോദിച്ചപ്പോൾ അവർക്കൊന്നും പറയാനില്ലായിരുന്നു, ആൻസർ ഒന്നും പറയാനില്ലായിരുന്നു. ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു നമുക്ക് പനിയായിട്ടുണ്ടെന്ന് ഐസ് വിട്ടിരിക്കാമെന്ന്. അവരെന്നോട് പറയുന്ന മറുപടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ഉടനെ ഒരാൾ വന്ന് ഇവരെ വിളിച്ചുകൊണ്ട് പോയി, പ്രിൻസിപ്പാളിനെ. അവളുടെ അമ്മ പറയുന്നത് അവിടെ ചെന്നപ്പോഴേക്കും അവരെ ആദ്യം കുഞ്ഞിനെ കാണിച്ചതൊന്നുമില്ല. കാണിക്കാതെ അവളെ അവിടെ ഇട്ടിരുന്നിട്ട് പിന്നെ എത്രയോ സമയങ്ങൾ കഴിഞ്ഞിട്ടാണ് വല്യമ്മച്ചയും തള്ളയും കൂടെ മോളെ കൊണ്ട് കാണിക്കുന്നത്. അന്നേരം മോൻ വന്ന് പറഞ്ഞ് കുഞ്ഞിനെന്തോ അബദ്ധം പറ്റി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നെ കൂടെ ഒന്ന് കാണിയില്ല. അന്നേരം പറഞ്ഞു വേണ്ട അമ്മ വരണ്ട, ഞങ്ങൾ പോയി കണ്ടേച്ച് വന്നത്. അന്നേരം അവർക്ക് ജീവനുണ്ടെന്നാണ് അവർ പറയുന്നത്. അന്നേരം അവൻ പറഞ്ഞെന്നാൽ എനിക്ക് എവിടെയെങ്കിലും കൊണ്ടുപോകണം. അവർ സമ്മതിച്ചില്ല. 7 മണി വരെ അവരവിടെ ഞങ്ങളെ തടുത്തു വെച്ചിരുന്നത്. അവർക്ക് വേണ്ടുന്ന ഞങ്ങൾ ചികിത്സ ചെയ്തുകൊണ്ടിരിക്കുക. അന്നേരം പറഞ്ഞ് പിന്നെ ഞങ്ങളൊന്നും പറഞ്ഞില്ല. 7 മണിയാണൊക്കെയാണ് പറയുന്നത് കുഞ്ഞ് മരിച്ചു. എന്താ മരിക്കാനുള്ള കാരണം എന്ന് ചോദിച്ചപ്പോൾ അവർക്കൊന്നും പറയാനില്ലായിരുന്നു. അവൾ ചാടി മരിച്ചു എന്നാണ് പറഞ്ഞത്. അവിടെ ചെന്നപ്പോഴേക്കും കൊച്ചു ഒരുമാതിരി പിന്നെ കഴുത്തിങ്ങനെ തല ഇങ്ങനെ മുകളിലോട്ട് പൊക്കി വെച്ചാൽ അതിനെ കിടത്തിയിരുന്നത്. മോളെയെന്നും പറഞ്ഞ് വിളിച്ച് ചെന്നപ്പോഴേക്കും അവർ കാണാതെ ഇവളെ പിടിച്ച് തടഞ്ഞ് മോളുടെ റോജിയുടെ അമ്മ പിടിച്ച് അവരെല്ലാവരും കൂടെ ചേർത്ത് ഇപ്പോൾ കാണാൻ പറ്റത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് കൊച്ചിൻ്റെ അമ്മ അവൾക്ക് കേൾക്കാനും വയ്യ സംസാരിക്കാനും വയ്യ. ഇതെങ്ങനെ സംഭവിച്ചു, എങ്ങനെ വന്നു, ഞങ്ങൾക്ക് അതിൻ്റെ യാതൊരു കാര്യം അറിയാം. കേൾക്കാൻ സംസാരിക്കാനും വയ്യാത്ത 2 പേര്. കുട്ടി റാഗ് ചെയ്തു എന്നുള്ള ഒരു വിഷയമാണ് അന്ന് അവിടെ അവരെടുത്തിട്ടത്. ഇതിൻ്റെ വിശദീകരണം എഴുതി കൊടുക്കാൻ പറഞ്ഞപ്പോൾ ചേച്ചി പേപ്പർ എടുക്കാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയി അപ്പുറത്തെ ബ്ലോക്കിൽ പോയിട്ട് അവിടുന്ന് മേളിൽ നിന്ന് വീണെന്നാണ് ചാടിയെന്നാണ് അവർ പറയുന്നത്, ഹോസ്പിറ്റലുകാർ പറയുന്നത്. അപ്പം നമ്മൾ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ റോയി ചാടി മരിച്ചതല്ല എന്നാണ് നമുക്ക് അന്ന് അറിയുവാൻ നമുക്ക് ബോധ്യപ്പെട്ടത്. എന്തോ ഇതിനകത്തൊരു ഗൂഢാലോചന അല്ലെങ്കിൽ ദുരൂഹ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്.
ജീവിതത്തിൽ എന്തു പ്രശ്നം വന്നാലും ഒരിക്കലും ആത്മഹത്യയെപ്പറ്റി ചിന്തിക്കുക പോലും ചെയ്യരുതെന്ന് അനിയൻ റോബിന് ഉപദേശം കൊടുത്തിരുന്ന റോജി ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല. ചേച്ചി എന്തായാലും ആത്മഹത്യ ചെയ്യത്തില്ല എന്നൊരു വിശ്വാസം എനിക്കുണ്ട്. കാരണം ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഇവിടെ ഒരു ചേച്ചി ആത്മഹത്യ ചെയ്തായിരുന്നു. അങ്ങനെ അതുകൊണ്ട് എൻ്റെ അടുത്ത് ചേച്ചി പറഞ്ഞു, മോനെ ഒരിക്കലും ആത്മഹത്യ ചെയ്യരുത്, നീ നിൻ്റെ പപ്പയുടെയും മമ്മിയുടെയും കാര്യം ഓർക്കണം, അതുകൊണ്ട് ഒരിക്കലും നീ ആത്മഹത്യ ചെയ്യരുത് എന്നെൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ ചേച്ചി ഒരിക്കലും ആത്മഹത്യ ചെയ്യത്തില്ല. അവൾ ആത്മഹത്യ ചെയ്യാൻ യാതൊരു കാരണമില്ല എന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പാണ്. കാര്യം എന്ന് വെച്ചാൽ മറ്റു കുഞ്ഞുങ്ങളോടെല്ലാം അവൾ എപ്പോഴും പറയും, മക്കളെ നിങ്ങളെല്ലാവരും നല്ലോണം പഠിക്കണം, പഠിച്ച് നമ്മുടെ മമ്മിമാരെയും പപ്പമാരെയും നോക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, നമ്മുടെ കടമയാണ്. അതുകൊണ്ട് നല്ല രീതിയിൽ നമ്മളെല്ലാവരും പഠിക്കണമെന്നും പറഞ്ഞുകൊണ്ട് എല്ലാ കുഞ്ഞുങ്ങൾക്കും അവൾ പറഞ്ഞു കൊടുക്കുകയും പിള്ളേരോടെല്ലാം നല്ല സ്നേഹം, ഞങ്ങളോടെല്ലാം ഒക്കെ വലിയ കാര്യമായിരുന്നു. പഠനത്തിലും മറ്റ് കായിക കലാ മത്സരങ്ങളിലും ഒക്കെ എന്നെ സംബന്ധിച്ചോളം ഇവിടെ ഒരു ക്ലബ്ബുണ്ടോ, ആ ക്ലബിലൊക്കെ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന ഒരു കുട്ടി, പഠന നിലവാരം നല്ല രീതിയിൽ നിലവാരം പുലർത്തുന്ന ഒരു കുട്ടി, വീട്ടിൽ മറ്റ് കടബാധ്യതകളോ മറ്റ് പ്രശ്നങ്ങളോ ഒന്നുമില്ലാത്തൊരു കുട്ടി, മാനസിക സംഘർഷമോ ഫീസ് കൊടുക്കാൻ നിവൃത്തിയില്ലാതെ പഠിക്കുകയോ അങ്ങനെ ഒന്നും ഇല്ലാത്ത പ്രശ്നത്തിലുള്ളൊരു കുട്ടി കിംസ് ആശുപത്രിയിൽ 9ാമത്തെ നിലയിൽ നിന്ന് ചാടി മരിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരിക്കലും അതിനെക്കുറിച്ചൊരു വിശ്വസിക്കാൻ പോലും സാധിക്കുന്നില്ല. അത് ആത്മഹത്യ ചെയ്യും എന്നുള്ള രീതിയിലേക്ക്. റോജിക്കെതിരെ 3 കുട്ടികൾ നൽകിയ പരാതി. ആ പരാതിയുടെ സത്യാവസ്ഥ പരിശോധിക്കാൻ പോലും ഉദ്യോഗസ്ഥർ തയ്യാറായിട്ടില്ല. 3 പരാതികളും ഒരേ കൈയക്ഷരത്തിൽ. എത്ര വിചിത്രമായ ആചാരം അല്ലേ? 3 കുട്ടികൾ ചേർന്ന് എഴുതി കൊടുത്ത പരാതി, അതായത് ഈ സംഭവം നടന്നതിന് ശേഷം എഴുതി കൊടുത്തതുപോലെയുള്ള ഒരേ ഹാൻഡ് റൈറ്റിങ്ങും ഒരേ രീതിയിലുള്ള പരാതികൾ ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി. ഇതിനകത്ത് ഈ കുട്ടി മരിക്കുവാൻ ഒരു പ്രേരണാ കുറ്റം ഇതിൽ വ്യക്തമായും തെളിയുന്നുണ്ട്. അന്ന് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി പെട്ടെന്നൊരു സമയമൊക്കെ എഴുതി നമുക്ക് ആ പരാതി 3 പരാതി കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അത് ഫോറൻസിക് പരിശോധനയ്ക്കായിട്ട് പോലീസ് അയച്ചിരുന്നു. അതിൻ്റെ കൂടുതൽ വിശദാംശം ഞങ്ങൾക്ക് അറിയത്തില്ല. പരാതിയിൽ റോയി 2-3 കുട്ടികളെ കളിയാക്കിയെന്നും പേര് ചോദിച്ചു, കളിയാക്കിയെന്ന് പറഞ്ഞാൽ പേര് ചോദിച്ചു, നിന്റെ പേരെന്താണ്, അച്ഛൻ്റെ പേരെന്താണ് എന്ന് ചോദിച്ചത് മാത്രമാണ്. ഇത് അവർ ഒരു റാഗിംഗ് ആയിട്ട് വികസിപ്പിച്ചെടുക്കുകയാണ് ചെയ്തത്. താൻ വളർന്നു വന്ന സാഹചര്യവും മറ്റു കുട്ടികളുടെ മാനസികാവസ്ഥയും നല്ലതുപോലെ മനസ്സിലാക്കി പെരുമാറിയിരുന്ന റോജി റാഗ് ചെയ്തു എന്നത് വിശ്വസിക്കാൻ പ്രയാസമുള്ള കാര്യമാണ്. തന്നെ റാഗ് ചെയ്തവർക്ക് ശിക്ഷ കിട്ടാതിരിക്കാൻ അവർക്കെതിരെ പോലും പരാതി കൊടുത്തില്ല റോജി. ചേച്ചി ഒരിക്കലും അങ്ങനെ റാഗ് ചെയ്യുമെന്ന് എനിക്കൊരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം ചേച്ചിക്കറിയാം ഓരോരുത്തരുടെ അവസ്ഥയും. ചേച്ചിയും ആ ഒരു അവസ്ഥ കഴിഞ്ഞിട്ടാണ് പോകുന്നത്. കാരണം പപ്പയുടെ മമ്മിയുടെ സ്ഥിതി ഓർത്ത് അവരുടെ ഒരു മാനസികാവസ്ഥ മനസ്സിലാക്കിയാണ് ചേച്ചി ജീവിക്കുന്നത്. അതുകൊണ്ട് മറ്റുള്ള കുട്ടികളുടെ മാനസികാവസ്ഥയും ചേച്ചിക്ക് മനസ്സിലാക്കാൻ കഴിയും. മറ്റ് കാര്യങ്ങൾ ഇടപെട്ട് ഒരു കേസ് വരുവാന്ന് വെച്ചാൽ ഞങ്ങൾക്കൊക്കെ പിന്നെ ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. എന്ന് പറഞ്ഞാൽ അത് കുട്ടി റാഗ് ചെയ്തു എന്നുള്ള ഒരു വിഷയമാണ് അന്നവിടെ അവരെടുത്തിട്ടത്. അങ്ങനെ ഒരിക്കലും ആ കുട്ടി അങ്ങനെ ചെയ്യത്തില്ല. ഞങ്ങൾക്കിതിനെക്കുറിച്ചുള്ള സത്യാവസ്ഥ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഉൾപ്പെടുന്ന ഇവിടുന്ന് ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു. സജയുടെ നേതൃത്വത്തിൽ, ഇവിടുത്തെ CPM-ൻ്റെ ഒരു ബ്രാഞ്ച് സെക്രട്ടറിയാണ്, പുള്ളിയുടെ നേതൃത്വത്തിൽ ഇതിന് ഒരു ആക്ഷൻ കമ്മിറ്റി തന്നെ രൂപീകരിച്ചിട്ട് ഞങ്ങളെല്ലാം കൂടി പല കമ്മിറ്റികൾ രൂപീകരിച്ചു. അതിനകത്ത് പല ഞങ്ങൾ പല ചോദ്യങ്ങൾ
തയ്യാറാക്കി എടുത്ത് ഇതിൻ്റെ അധികാരികളെ പിന്നെ അറിയിച്ചു, നിയമസഭയിൽ വരെ എത്തിച്ചു. ഈ കേസ് ആദ്യം അന്വേഷിച്ച ക്രൈം ഡിറ്റാച്ച്മെൻറ്റ് കെ ബൈജു സാറ് കുറേയേറെ സത്യസന്ധമായിട്ട് കേസ് അന്വേഷിച്ചിരുന്നു. അദ്ദേഹം ഈ ആദ്യം തയ്യാറാക്കിയ റിപ്പോർട്ട് പ്രകാരം അവിടെ അങ്ങനെ റാഗിങ് നടന്നിട്ടില്ലെന്നും ഈ കുട്ടികൾ ആ കുട്ടികളുടെ അവിടെ പഠിക്കുന്ന കൂട്ടുകാരികളായിട്ടുള്ള കുട്ടികളുടെ നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ എല്ലാം മൊഴിയെടുത്തിരുന്നു. ഈ മൊഴിയിലെല്ലാം അങ്ങനെ റാഗിങ് നടന്നില്ല. എന്തോ ഒരു കുട്ടിയുടെ അച്ഛൻ്റെ പേരെന്തോ ചോദിച്ചു, ആ പേര് ചോദിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് അതിനെ റാഗിങ് ആയിട്ട് ചിത്രീകരിച്ചു. ബൈജു സാർ ഇങ്ങനെ പറഞ്ഞായിരുന്നു, അവിടെ ആ പരാതി കൊടുത്ത അൻസുവിന് അവിടെ ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരനുമായിട്ട് കണ്ട് അവർക്ക് വെള്ളിയാഴ്ച വെളി വിടും അവരെ വൈകുന്നേരം. ആ സമയത്തെങ്ങാണ്ട് ഈ അൻസു ബോയ് ഫ്രണ്ടുമായിട്ട് അങ്ങോട്ട് കറങ്ങാൻ പോയി. അങ്ങനെ അത് ഹോസ്റ്റലിൽ അറിഞ്ഞ് അത് ഭയങ്കര പ്രശ്നമൊക്കെ ആയി. അങ്ങനെ വീട്ടിലൊക്കെ അറിയിച്ചപ്പം വീട്ടുകാർ പറഞ്ഞ് ഇങ്ങനെ അവളെങ്കിൽ വെള്ളിയാഴ്ച പുറത്ത് വിടണ്ട, ഹോസ്റ്റലിൽ തന്നെ ഇരുത്തിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അതിൽ പിന്നെ ആ ഹോസ്റ്റലിൽ നിന്ന് മാറണം എന്നൊരു ചിന്ത വന്നു. അങ്ങനെ ഒരു കാരണം കിട്ടാൻ വേണ്ടി കാത്തിരുന്നതാ. ഈ കേസ് ആദ്യം അന്വേഷിച്ചിരുന്ന ഉദ്യോഗസ്ഥനെ വീട്ടുകാർക്കും നാട്ടുകാർക്കും പൂർണ്ണ വിശ്വാസമായിരുന്നു. പക്ഷേ കേസ് തെളിയുമെന്ന ഘട്ടമായപ്പോഴേക്കും സ്ഥിരം കാഴ്ച സ്ഥലം മാറ്റം. അല്ലെങ്കിലും ഇവിടെ അങ്ങനെ ആണല്ലോ. ഒരു കേസ് തെളിയാറാവുമ്പോഴേക്കും അന്വേഷണ ഉദ്യോഗസ്ഥർക്കുണ്ടാകുന്ന സ്ഥലം മാറ്റം കേരളത്തിലെ പുതിയ സംഭവമൊന്നുമല്ലല്ലോ. ഇതിനു മുമ്പും ഇതൊക്കെ ശേഷം കണ്ടിട്ടുമുണ്ട്, കേട്ടിട്ടുമുണ്ട്. ഞങ്ങളുടെ അഭിപ്രായമില്ലാതെ തന്നെ ഞങ്ങൾ ആരും ഈ കുട്ടിയുടെ മാതാവോ പിതാവോ അല്ലെങ്കിൽ സഹോദരനോ ആരും കംപ്ലൈൻറ്റ് കൊടുക്കാതെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥനെ റിപ്പോർട്ട് വന്നതിന് ശേഷം ബൈജുവിൻ്റെ അന്വേഷണ റിപ്പോർട്ട് വന്നതിന് ശേഷം മാറ്റി 2-3 പേരെ മാറ്റി വിടുകയുണ്ടായി. അന്വേഷണം മാറ്റാൻ ഇവിടെ ആരും ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷേ പഴയ അന്വേഷണം മാറ്റി പുതിയ അന്വേഷണ ഉദ്യോഗസ്ഥനെ കൊണ്ടുവരികയും ആ അന്വേഷണ റിപ്പോർട്ടുകൾ തൃപ്തികരമല്ല എന്നുള്ള നിലയിലാണ് നമുക്കിപ്പോൾ വക്കീൽ മുഖാന്തരം അറിയുവാൻ സാധിച്ചിട്ടുള്ളത്. എന്നാൽ പിന്നീട് ഈ വന്ന ക്രൈം ബ്രാഞ്ച് അന്വേഷണം അത് ഒരുതരം അട്ടിമറിക്കൽ തന്നെയായിരുന്നു യഥാർത്ഥത്തിൽ നടന്നത്. വീട്ടുകാരുടെ ആരുടെയും പരാതിയുടെ അടിസ്ഥാനത്തിലല്ല. എന്നാൽ പോലും ക്രൈം ബ്രാഞ്ച് അന്വേഷണം നടക്കുകയും ഈ ക്രൈം ബ്രാഞ്ച് അന്വേഷണത്തിൽ ആദ്യം വന്ന റഫീഖ് സാറ് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് പോവുകയും പിന്നീട് അതിനുശേഷം ഒരു സുരേഷ് കുമാർ സാർ വരികയും പിന്നീട് ക്രൈം ബ്രാഞ്ച് അന്വേഷണം തീർത്തും നിരാശാജനകമാണ്. കെ ബൈജു സാറിൻ്റെ റിപ്പോർട്ടിനെ പൂർണ്ണമായി തള്ളിക്കളഞ്ഞുകൊണ്ട് ഈ കുട്ടി വെറുതെ തോന്നി എടുത്തു ചാടി, അല്ലാതെ ഒരു കാരണം അവിടെ നടന്നിട്ടില്ല. പക്ഷേ ആ പ്രിൻസിപ്പളിൻ്റെ റൂമിൽ നടന്ന കെ ബൈജു സാർ കൊടുത്ത റിപ്പോർട്ടിൽ പ്രിൻസിപ്പളുടെ റൂമിൽ വളരെ വലിയ ക്വസ്റ്റ്യൻ ചെയ്തു എന്നും മാനസികവും ശാരീരികമായി ഉപദ്രവിച്ചുവെന്നും പീഡിപ്പിച്ചുവെന്നും ആ ബൈജു സാറിൻ്റെ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഈ റിപ്പോർട്ടെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് ക്രൈം ബ്രാഞ്ച് പുതിയ റിപ്പോർട്ട് കൊടുത്തതായിട്ടാണ് ഞങ്ങൾ അറിഞ്ഞത്. ഇത് കൊലപാതകം തന്നെയാണ്. ഞങ്ങളെല്ലാവരും ഉറച്ചു വിശ്വസിക്കുന്ന കൊലപാതകം തന്നെയാണ്. ഇത് 9ാമത്തെ നിലയിൽ നിന്ന് മേളിൽ നിന്ന് തള്ളിയിട്ട് പിടിവലിയിൽ തള്ളിയിട്ട് കൊന്നത് തന്നെയാണ്, ഒരു തർക്കവുമില്ല കാര്യത്തിന്. അല്ലെങ്കിൽ ഇവരിതൊന്നും തേച്ച് മാച്ച് കളയത്തില്ല. ഇത് ആത്മഹത്യയാണെങ്കിൽ അത് തെളിയിക്കുന്ന അവർക്ക് പറയുന്നതിന് മറ്റു ഒരുപാട് കാര്യങ്ങൾ പറയാമല്ലോ. ഒന്നിൽ അത് റാഗ് ചെയ്ത വിഷയമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെയാണ് ഇത് പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു പ്രശ്നമേ അവിടെ നടന്നിട്ടില്ല. അങ്ങനെ ഒരു കുട്ടികൾ പരാതി പോലും പറഞ്ഞിട്ടില്ല. ഇതെല്ലാം അവർ കൃത്രിമമായി ഉണ്ടാക്കി റാഗിങ് നടന്നു, മറ്റു കുട്ടികളെ ഉപദ്രവിച്ചു. എന്നാൽ ഇതിനെല്ലാം ഒരു ഭാഗവാക്കില്ല, അതിനെല്ലാം നമുക്ക് നിവർത്തിയുള്ള കാര്യങ്ങളല്ല. ഈ കുട്ടി മരിക്കുമ്പോൾ അവിടെ CCTV ക്യാമറകൾ എല്ലാം കേടാണെന്നും പറഞ്ഞ് അതുവരെയും പ്രവർത്തിച്ചുകൊണ്ടിരുന്ന CCTV ക്യാമറകൾ കേടാണെന്ന് പറഞ്ഞാൽ പിന്നെ അറിയാൻ കഴിഞ്ഞത്. അത് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞിട്ട് അത് വീണ്ടും എല്ലാം ആ ഏരിയയിൽ മൊത്തം, അതായത് കുട്ടിയെ ചോദ്യം ചെയ്യുന്ന 9ാമത്തെ നിലയിൽ നിന്നാണ് കുട്ടി 10ാമത്തെ നിലയിൽ പോയി ചാടിയെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഈ കുട്ടി ഓടിപ്പോകുമ്പോൾ അല്ലെങ്കിൽ നടന്നു പോകുമ്പോൾ ആ ഹോസ്പിറ്റലിലുണ്ടായിരുന്ന CCTV ക്യാമറ ഇത് പകർത്തേണ്ടതല്ലേ? കിംസ് ഹോസ്പിറ്റലിന് ഒരുപാട് ബിനാമി ബന്ധങ്ങളുണ്ടെന്നാണ് നമ്മൾ കേട്ടറിവ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അവരെ സഹായിക്കാൻ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തെ ഭരണകൂടം തീർച്ചയായിട്ടും ഇടപെട്ടിട്ടുണ്ട്. അത്രയും വലിയ വമ്പന്മാരെ വേണ്ടി സഹായിക്കാൻ ഉന്നത തലങ്ങളിൽ നിന്നുള്ള ഇടപെടലുണ്ടായതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കുടുംബത്തിന് ഈ ബദിരംപൂരമായിട്ടുള്ള ഈ അച്ഛനമ്മമാർ 2 പേരും സംസാരശേഷിയും കേൾവിശേഷിയും ഇല്ലാത്തവരാണ്. ഈ കുടുംബത്തിന് നീതി കിട്ടുന്നില്ലെങ്കിൽ പിന്നെ ആർക്കാണ് നീതി കിട്ടേണ്ടത്? കാരണക്കാരായവരെ 3 പെൺപിള്ളേരും ഈ പ്രിൻസിപ്പാളും അവിടെ ക്ലാസ് ടീച്ചറും
ഇവരെ ഒന്ന് ചോദ്യം ചെയ്ത് എങ്ങനെ ഇത് സംഭവിച്ചു എന്നറിയണം. അവരിൽ കൂടിയല്ലേ ഇതെല്ലാം വന്നേ. അവളെ എന്തിന് ആസ്പത്രിയിൽ കൊണ്ടുപോയി? പിറ്റേന്ന് എക്സാമ. അവൾ പറഞ്ഞെന്ന് പറയുന്നു, എന്ത് കാര്യം വേണമെങ്കിലും നാളെ എക്സാം ഒന്ന് കഴിയട്ടെ, ഞാൻ എവിടെ വേണമെങ്കിലും വരാം, എന്ത് വേണമെങ്കിലും പറയാം എന്നവൾ പറഞ്ഞെന്ന് പറയുന്നു. പിള്ളേർ പറഞ്ഞെന്ന് ഞാൻ അറിഞ്ഞു. കൊച്ചുങ്ങളെല്ലാം കൂടെ ഒരു പെങ്കൊച്ച് അവിടെ കൂടെ പോകാനൊരുങ്ങിയണൊക്കെ അവിടുന്ന് വിളിച്ച് പറഞ്ഞ് ആരെയും കൊണ്ടുവരേണ്ട, അവളെ മാത്രമേ കൊണ്ടുവരാവുന്നു. അതിൻ്റെ ആശയം എന്തുവാ? സംസാരശേഷിയും കേൾവിശക്തിയുമില്ലാത്ത ഈ അച്ഛനും അമ്മയ്ക്കും തങ്ങളുടെ മകൾക്ക് വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കാൻ മാത്രമേ ഇന്ന് കഴിയൂ. മകളുടെ മരണശേഷം മാനസികമായി തളർന്ന ഈ അച്ഛൻ്റെയും അമ്മയുടെയും കണ്ണുനീർ കാഴ്ചശക്തിയും കേൾവിയുള്ള നിങ്ങൾ അധികാര വർഗങ്ങൾ കണ്ടില്ല എന്ന് നടിക്കരുത്. ഇവിടെ വന്നെല്ലാം നേരെ അന്വേഷിക്കാന്ന് പറയും. പക്ഷെ അവിടെ ചെന്ന് അവരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് അവർക്ക് അനുകൂലമായിട്ടുള്ള റിപ്പോർട്ടാണ് കൊടുക്കുന്നത്. 3 വട്ടം വന്നു, പക്ഷെ അത് നേരെ അന്വേഷിക്കാതെ അന്വേഷണം മാറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് കേൾക്കാൻ വയ്യാത്തതുകൊണ്ട് അവരൊരു വിലയും തരുന്നില്ല എന്നാണ് പറയുന്നത്. പരാതി കൊടുത്ത 3 പെൺകുട്ടികൾ കള്ളപ്പരാതിയാണ് കൊടുത്തത്. അത് പ്രിൻസിപ്പൽ പിന്നെ ജെസ്സി ഇവർക്കൊക്കെ തക്കതായ ശിക്ഷ കൊടുക്കണം എന്നാണ് പറയുന്നത്. ഇതുവരെ ഇങ്ങോട്ടൊന്നും ആരും ഒന്നും ബന്ധപ്പെട്ടിട്ട് പോലുമില്ല കോളേജിൽ നിന്ന്. അങ്ങോട്ടൊന്നും ഒരു പ്രാവശ്യം ഒന്നും വിളിച്ചു, പക്ഷെ ഒന്നും എടുത്തിട്ട് പോലുമില്ല. ചേച്ചിയുടെ മാതാപിതാക്കൾക്ക് എങ്ങനെ ഉണ്ട് എന്നൊന്നും അവർ വിളിച്ച് അന്വേഷിച്ചിട്ട് പോലുമില്ല. 2 വർഷമായി, എന്നിട്ട് ആരും ഒന്നും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ട് പോലുമില്ല. ഇതിൻ്റെ വ്യവസ്ഥ ഞങ്ങൾക്കൊന്നറിയാം. അവൾ നാട്ടിലോ വീട്ടിലോ കൂടെ പഠിക്കുന്നവരോടോ അല്ലെങ്കിൽ കൂടെ പഠിച്ചിട്ടുള്ളവരോടോ ഈ നാട്ടിലെല്ലാം ഞങ്ങളെക്കായാലും കണ്ണുനീരായിട്ടിരിക്കുക നാട്ടുകാർക്ക്. ഇവക്കിതെന്തോ സംഭവിച്ചെന്ന് വായു മൂടിക്കെട്ടി പ്രകടനം നടത്തി തിരുവനന്തപുരത്ത് പോയി സെക്രട്ടേറിയറ്റ് മുന്നിൽ ധർണയായിരുന്നു. എന്തെല്ലാം സമര പരിപാടികൾ ഈ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പല രാത്രികളിലും ഞങ്ങൾ കമ്മിറ്റി കൂടി ഉന്നതാധികാരികൾക്ക് മെമ്മോറാണ്ടം തയ്യാറാക്കി എന്തെല്ലാം ചെയ്തു എന്നൊക്കെ പോലും അതിന് യാതൊരുവിധ മറുപടിയും ഞങ്ങൾക്ക് മനസ്സമാധാനത്തിന് വേണ്ടിയുള്ള യാതൊരു മറുപടിയും ഇവരുടെ ഭാഗത്തുനിന്ന് ഉന്നത അധികാരികളുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. സാധാരണക്കാരന് നീതി കിട്ടുമെന്ന് പ്രതീക്ഷിച്ച മനുഷ്യാവകാശ കമ്മീഷനിൽ പോലും ഇങ്ങനൊരു പരാതി കൊടുത്തിട്ട് ഒടുവിൽ ഒരു പ്രയോജനമില്ലാത്ത രീതിയിൽ അവരും തള്ളിക്കളയുന്ന, അല്ല അവർ കേസ് അന്വേഷണത്തിൽ എതിർഭാഗത്തുനിന്ന് ആരും വന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരിത് തള്ളിക്കളയുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ ഞങ്ങൾക്കിനി ഒന്നും ചെയ്യാനില്ല എന്നുള്ള രീതിയിലേക്ക് അവരും ഈ കേസ് മാറ്റിവെക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇവരുടെയൊക്കെ രാഷ്ട്രീയവുമായ ഉന്നത ബന്ധങ്ങളെക്കുറിച്ചാണ് ഞങ്ങൾക്ക് സംശയം ഉള്ളത്. കോളേജ് അധികാരികൾക്ക് വിദ്യാർത്ഥികൾക്ക് നേരെയുള്ള ശാരീരിക മാനസിക പീഡനങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ പുറത്തു വരുന്ന വാർത്തകൾ വളരെ ചുരുക്കവും. നെഹ്റു കോളേജ്, തിരുവനന്തപുരം ലോ അക്കാഡമി, നഴ്സിംഗ് കോളേജുകൾ എല്ലാം വെളിപ്പെടുത്തുന്നത് ഒന്നു തന്നെയാണ്: അധികാരം കയ്യിലുള്ളതിന്റെ ധാർഷ്ട്യം, പണമുണ്ടെങ്കിൽ ആരെയും വിലയ്ക്ക് വാങ്ങാമെന്ന അഹങ്കാരം. ശേഷം ഇനി നാളെ വൈകുന്നേരം 3:30